അടുത്തതായി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. പെയർ ഓഫ് ടെസ്റ്റിസ് ഉള്ള മെയിലിനുള്ളതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പെയർ ഓഫ് ഓവറീസ്, 2 ഓവറി ഉണ്ടായിരിക്കും. അതുപോലെ അതിൽ നിന്ന് പാസേജ് വരുന്ന ഓവിഡക്റ്റ്. അപ്പോൾ 2 ഓവിഡക്റ്റുകൾ. ഓവിഡക്റ്റിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും ഫെല്ലോപ്പിയൻ ട്യൂബ്. സോ ഓവിഡക്റ്റ് അഥവാ ഫെല്ലോപ്പിയൻ ട്യൂബ്. സോ പെയർ ഓഫ് ഓവറീസ്, പിന്നെ ഓവിഡക്റ്റ്, പിന്നെ ഓവിഡക്റ്റിൽ നിന്ന് പാസ് ചെയ്ത് എത്തുന്നത് യൂട്രസിലേക്കാണ്. യൂട്രസ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഭാഗം സെർവിക്സ്, പിന്നെ വെജൈന, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഏറ്റവും ആദ്യം കാണുന്ന ഭാഗങ്ങൾ. അത് പ്ലസ് വേറെ ഒന്നും കൂടി ഉണ്ട്, മാമറി ഗ്ലാൻഡ്. സോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഈ മാമറി ഗ്ലാൻഡും കൂടി ഒരു ഇൻ്റഗ്രേറ്റഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഓവറി, ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വെജൈന ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ പ്ലസ് അലോങ് വിത്ത് മാമറി ഗ്ലാൻഡ്. ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും മാമറി ഗ്ലാൻഡും, സോ മെയിലില്ലാത്ത ഒരു സ്പെഷ്യലും കൂടിയാണ് മാമറി ഗ്ലാൻഡ്. അത് രണ്ടും കൂടി ഒരു ഇൻ്റഗ്രേറ്റഡ് സ്ട്രക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്ട്രക്ചറും അതുപോലെ തന്നെ ഫംഗ്ഷനും. എന്തിനെ സപ്പോർട്ട് ചെയ്യാൻ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലായിട്ട്. സോ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്തിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കിയാൽ ഫീമെയിൽ ബോഡിയിൽ നടക്കുന്ന ഓവുലേഷൻ, ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് ഓവുലേഷൻ, അതുപോലെ ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗാമറ്റ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിൽ വന്നിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു. സോ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. സോ ഫീമെയിൽ ബോഡിയിലാണ് ഇത്രയും ഇവൻറ്റുകളൊക്കെ നടക്കുന്നത്. ഏതൊക്കെ ഇവൻറ്റുകളാണ്? ഓവം ഫോർമേഷൻ, ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫീമെയിൽ ബോഡിയിലാണ്. അതുപോലെ അതിനുശേഷം പ്രഗ്നൻസി ഡെവലപ്പ് ചെയ്യുന്നതും ഫീമെയിൽ ബോഡിയിലാണ്. അതിനുശേഷം ബർത്ത് ആൻഡ് ചൈൽഡ്. ഇത്രയും പ്രോസസ്സുകളെല്ലാം നടക്കുന്നത് ഫീമെയിൽ ബോഡിയിലാണ്. സോ ഫീമെയിൽ ബോഡിയിൽ ഇത്രയും പ്രോസസ്സുകൾ നടക്കാനുള്ള ഫങ്ഷൻ ആൻഡ് സ്ട്രക്ചറുകളാണ് ഈ പറഞ്ഞ ഓവറി, ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വെജൈന, എക്സ്റ്റേണൽ ജെനിറ്റാലിയ അലോങ് വിത്ത് മാമറി ഗ്ലാൻഡ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് ഓവറി. പെയർ ഓഫ് ടെസ്റ്റിസ് ഉള്ള പോലെ തന്നെ ഓവറീസും. ഓവറി ആണ് ഫീമെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ. നമ്മൾ പറഞ്ഞു മെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്താണ്? ടെസ്റ്റിസ്. അതുപോലെ ഫീമെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഓവറിയാണ്. സോ ടെസ്റ്റിസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ ഓവറീസ് എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? മെയിൽ ഗാമറ്റ് സ്പേം ആയതുപോലെ ഫീമെയിൽ ഗാമറ്റ് എന്താണ്? ഓവം. സോ ടെസ്റ്റിസ് മെയിൽ ഗാമറ്റായ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ഫീമെയിൽ സെക്സ് ഓർഗനായ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീമെയിൽ ഗാമറ്റാണ്. ആ ഫീമെയിൽ ഗാമറ്റാണ് നമുക്കറിയാവുന്ന ഓവം. ഓവം മാത്രമല്ല ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്ലസ് ചില സ്റ്റിറോയിഡ് അഥവാ ഒവേറിയൻ ഹോർമോൺസ്. സ്റ്റിറോയിഡ് അഥവാ ഒവേറിയൻ ഹോർമോൺസ് ഇൻ ഓർഡർ ടു ഫങ്ഷൻ ഓൾ ദീസ് പ്രോസസ്സ്. ഈ പ്രോസസ്സുകളൊക്കെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീമെയിൽ ഗാമറ്റ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്ലസ് സ്റ്റിറോയിഡ് അഥവാ ഒവേറിയൻ ഹോർമോൺസുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഓവറിയുടെ ലൊക്കേഷൻ. എവിടെയാണ് ഒരു ഫീമെയിൽ ബോഡിയിൽ ഓവറി ഇരിക്കുന്നത്? ഓവറിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലോവർ എബ്ഡോമൻ. എബ്ഡോമൻ്റെ താഴെയായിട്ട് 2 സൈഡിൽ, 1 ഓൺ ഈച്ച് സൈഡ്. ഒരു സൈഡിൽ ലോവർ എബ്ഡോമൻ്റെ താഴെയായിട്ട് ഒരു സൈഡിൽ ഒരു ഓവറി, മറ്റേ സൈഡിൽ വേറൊരു ഓവറി. അങ്ങനെ 2 ഓവറി. സോ 1 ഓൺ ഈച്ച് സൈഡ് ഓഫ് ലോവർ എബ്ഡോമൻ. ലോവർ എബ്ഡോമനിലെ 2 സൈഡിലായിട്ട് ഒരു ഓവറി ഒരു സൈഡിൽ, ഒരു ഓവറി മറ്റേ സൈഡിലായിട്ട് ലോവർ എബ്ഡോമനിലാണ് ഓവറിയുടെ ലൊക്കേഷൻ. ഇനി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് വിഡ്ത്തൊക്കെ പറയുകയാണെങ്കിൽ ഓവറിക്ക് 2 to 4 സെൻറ്റിമീറ്ററാണ് ഓവറിയുടെ. ഓരോ ഓവറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 to 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ ലെങ്ത്ത്. 1 to 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ ബ്രെഡ്ത്ത്. അതുപോലെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. ഇത്രയാണ് ഓവറിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഓവറിനെയും നമ്മൾ പറഞ്ഞ ലോവർ എബ്ഡോമനിലായിട്ടാണ് ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ലോവർ എബ്ഡോമൻ്റെ അവിടേക്ക് ഓവറി അറ്റാച്ച് ചെയ്ത് കിടക്കണമെങ്കിൽ അതിനെ സഹായിക്കും. നമ്മൾ ആ ഏരിയ ലോവർ എബ്ഡോമൻ, ആ ഏരിയ നമ്മൾ വിളിക്കുന്നത് പെൽവിക് റീജിയൻ ആണ്. സോ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകളെല്ലാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ പെൽവിക് റീജിയൻ ആണ്. അതേപോലെ നമ്മുടെ ഓരോ ഓവറിയും കണക്ട് ചെയ്തിരിക്കുന്നത് പെൽവിക് വോൾ പ്ലസ് അതിൻ്റെ യൂട്രസ്. ഫീമെയിലിൽ പെൽവിക് വോളും യൂട്രസുമായിട്ടാണ് ഓരോ ഓവറിയും കണക്ട് ചെയ്തിരിക്കുന്നത്. കണക്ട് ചെയ്തിരിക്കാൻ സഹായിക്കുന്ന സാധനങ്ങളുടെ പേരാണ് ലിഗമെൻറ്റ്സ്. സോ ഓരോ ഓവറിയും പെൽവിക് വോൾ ആൻഡ് യൂട്രസുമായി കണക്ട് ചെയ്തിരിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിഗമെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടി ഓരോ ഓവറിയും പെൽവിക് വോളുമായിട്ടും യൂട്രസുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ നോക്കിയാൽ ഓരോ ഓവറിയും
സോ രണ്ട് സൈഡിലുള്ള ഓരോ ഓവറിനും ഒരു കവറിങ് ഉണ്ട്. നമ്മൾ ടെസ്റ്റിസിനും പറഞ്ഞിരുന്ന ഒരു ഡെൻസ് ആയിട്ടുള്ള കവറിങ് എന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവറിക്കും ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ് ആണ് ഒരു എപ്പിത്തീലിയമാണ്, വളരെ കനം കുറഞ്ഞ ഒരു എപ്പിത്തീലിയമാണ്. അതുകൊണ്ടാണ് ഓവറി കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സോ ഓവറിനെ ഒരു തിൻ എപ്പിത്തീലിയം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിൻ്റെ പേരാണ് ഒവേറിയൻ സ്ട്രോമ. സോ തിൻ എപ്പിത്തീലിയം എൻക്ലോസ്. ആ എപ്പിത്തീലിയത്തിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ഇരിക്കുന്ന എന്തായിരിക്കും? ഒവേറിയൻ സ്ട്രോമ എന്ന് പറയും. ഒവേറിയൻ സ്ട്രോമ. സോ ഒവേറിയൻ സ്ട്രോമയുടെ ചുറ്റുമായിട്ട് തിൻ എപ്പിത്തീലിയം ഉണ്ടായിരിക്കും. അതുപോലെ ഒവേറിയൻ സ്ട്രോമ നോക്കിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും രണ്ട് റീജിയനായിട്ട് തിരിച്ചേക്കാം. ഓരോ ഒവേറിയൻ സ്ട്രോമയെ രണ്ട് റീജിയനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പെരിഫറൽ ഔട്ടർ റീജിയനിൽ കാണുന്ന കോർട്ടക്സ്, പെരിഫറൽ കോർട്ടക്സ്, ആൻഡ് ഇന്നർ റീജിയനിൽ കാണുന്ന മെഡ്യൂള. സോ ഓരോ ഒവേറിയൻ സ്ട്രോമയും എന്താ രണ്ട് റീജിയൻ ഉണ്ട്. ഒരു കോർട്ടക്സ് പെരിഫറൽ റീജിയനിൽ, പിന്നെ ഉള്ളിലുള്ള ഇന്നർ റീജിയനിലുള്ള മെഡ്യൂള. ഇനി മെയിലുള്ള പോലെ തന്നെ ഫീമെയിലും ആക്സസറി ഹെൽപ്പിംഗ് ഡക്റ്റുകളുണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന ആക്സസറി ഡക്റ്റുകളുണ്ട്. സോ ഫീമെയിലിലെ ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത് ഓവിഡക്റ്റ്, ഓവറിൽ നിന്ന് പാസ് ചെയ്യുന്ന ഓവിഡക്റ്റാണ്. ഫെല്ലോപ്പിയൻ ട്യൂബ് നമ്മൾ പറഞ്ഞല്ലോ, ഓവിഡക്റ്റ്. അത് കഴിഞ്ഞാൽ അത് എത്തുന്നത് എവിടേക്കാണ്? യൂട്രസിലേക്കാണ്. അത് കഴിഞ്ഞാൽ അത് വെജൈന. സോ ഓവിഡക്റ്റ്, യൂട്രസ്, വെജൈന ഇതൊക്കെയാണ് ഫീമെയിലിൻ്റെ ആക്സസറി ഡക്റ്റുകൾ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓവറി കഴിഞ്ഞ അടുത്ത ഭാഗം ഓവിഡക്റ്റാണ്. ഓവിഡക്റ്റിൻ്റെ വേറൊരു പേരാണ് ഫെല്ലോപ്പിയൻ ട്യൂബ്. ഇനി ഫെല്ലോപ്പിയൻ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഫെല്ലോപ്പിയൻ ട്യൂബിന് 10 to 12 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്. സോ 10 to 12 സെൻറ്റിമീറ്റർ ലോങ് ആണ് ഓരോ ഫെല്ലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റ്. ഈ ഫെല്ലോപ്പിയൻ ട്യൂബിന് 3 ഭാഗങ്ങളുണ്ട്. ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഫെല്ലോപ്പിയൻ ട്യൂബ് എക്സ്റ്റെൻഡ് ചെയ്ത് ഓരോ ഓവറിയിലേക്കും കിടക്കുകയാണ്. സോ ഓവറിയിൽ നിന്നുള്ള കണക്റ്റിംഗ് ആണ് ഓവിഡക്റ്റ്. സോ ഫെല്ലോപ്പിയൻ ട്യൂബ് എക്സ്റ്റെൻസ് ഫ്രം പെരിഫറി, പുറത്തുനിന്ന് കണക്ട് ചെയ്ത് ഓരോ ഓവറിയിലേക്കും എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഓവറിയിലേക്ക് എവിടേക്ക്? യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ ഫെല്ലോപ്പിയൻ ട്യൂബ് എക്സ്റ്റെൻസ് ഫ്രം പെരിഫറി, ഓരോ ഓവറിയിൽ നിന്ന് ഫെല്ലോപ്പിയൻ ട്യൂബ് കണക്ട് ചെയ്ത് എന്നിട്ടാണ് എവിടേക്ക് എത്തുന്നത്? അടുത്ത പോർഷനായ യൂട്രസിലേക്ക് എത്തുന്നത്. സോ ഓവറി, ഓവിഡക്റ്റ്, യൂട്രസ്, ഇങ്ങനെയാണ് അതിൻ്റെ പാസേജ്. എങ്ങനെയാണെന്ന് നോക്കിയേ. ഫെല്ലോപ്പിയൻ ട്യൂബ് ഓവറിയിൽ നിന്ന് കണക്ട് ചെയ്ത് യൂട്രസിലേക്ക് എത്തുന്നു. സോ ഓരോ ഓവറിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് യൂട്രസിലേക്കാണ് എത്തുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഫെല്ലോപ്പിയൻ ട്യൂബിന് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് നോക്കി. ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഏറ്റവും അടുത്ത്, അതായത് ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഓവറിയുടെ അടുത്ത്, ഓവറിയിൽ നിന്നുള്ള പാസേജാണ് ഓവിഡക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ. സോ ഓവറിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗം, പാർട്ട് ക്ലോസർ ടു ദ ഓവറി. ഓവിഡക്റ്റ് അഥവാ ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഓവറിയുടെ അടുത്തുള്ള ഭാഗത്തിന്, ഏറ്റവും അടുത്തുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെൻറ്റിബുലം. ഓവറിയുടെ ഏറ്റവും അടുത്തുള്ള പാർട്ടായ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെല്ലോപ്പിയൻ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെൻറ്റിബുലം. ഇൻഫെൻറ്റിബുലം എന്ന് പറയുന്നത് ഒരു ഫണലിൻ്റെ ഷേപ്പാണ്. സോ ഫണൽ ഷേപ്പ്ഡ് ഇൻഫെൻറ്റിബുലമാണ് ഓവറിയുടെ അടുത്തുള്ള ഫെല്ലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം, പാർട്ട് ക്ലോസർ ടു ദ ഓവറി. ഇനി ഇൻഫെൻറ്റിബുലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇൻഫെൻറ്റിബുലത്തിൽ ഒരുപാട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഫിംഗർ ഷേപ്ഡ് അല്ലെങ്കിൽ ഫിംഗറിൻ്റെ പോലെയുള്ള പ്രൊജക്ഷൻസ് ഈ ഇൻഫെൻറ്റിബുലത്തിനുണ്ട്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇൻഫെൻറ്റിബുലത്തിൽ നിന്നുള്ളതിൻ്റെ പേരാണ് ഫിംബ്രിയ. സോ ഫിംബ്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. എവിടെ നിന്ന് വരുന്നത്? ഇൻഫെൻറ്റിബുലത്തിൽ നിന്ന്. ഇൻഫെൻറ്റിബുലത്തിൽ നിന്നുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിൻ്റെ പേരാണ് ഫിംബ്രിയ. സോ ഇൻഫെൻറ്റിബുലം എന്തായിരുന്നു? പാർട്ട് ക്ലോസർ ടു ദ ഓവറി. എവിടെയുള്ളത്? ഓവിഡക്റ്റിൻ്റെ ഓവറിയുടെ ഏറ്റവും അടുത്തുള്ള ഭാഗമാണ് ഇൻഫെൻറ്റിബുലം. ഇൻഫെൻറ്റിബുലത്തിന് ഫണൽ ഷേപ്പിലാണുള്ളത്. ഇൻഫെൻറ്റിബുലത്തിലുള്ള ഫിംഗർ ഷേപ്പുള്ള പ്രൊജക്ഷൻസിൻ്റെ പേരാണ് ഫിംബ്രിയ. എന്തായിരിക്കും ഫിംബ്രിയയുടെ പർപ്പസ്? എന്തിനാണ് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഫിംബ്രിയയ്ക്ക്? എന്തിനു വേണ്ടിയിട്ടാണ്? ഓവത്തിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവുലേഷൻ നടക്കുമ്പോൾ, ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ കളക്ട് ചെയ്യാനാണ് ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എവിടെയുള്ളത്? നമ്മുടെ ഇൻഫെൻറ്റിബുലത്തിലുള്ളത്. സോ ഓവറിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാഗമായ ഇൻഫെൻറ്റിബുലത്തിലുള്ള ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വെച്ച് ഓവറി റിലീസ് ചെയ്യണം, ഓവുലേഷൻ കഴിഞ്ഞ് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ള ഫിംബ്രിയ കളക്ട് ചെയ്യുന്നു. സോ കളക്ഷൻ ഓഫ് ഓവത്തിന് സഹായിക്കുന്നത് ഫിംബ്രിയയാണ് ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇൻഫെൻറ്റിബുലം, അതായത് ഓവറിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാഗമാണ് ഇൻഫെൻറ്റിബുലം. ഇതുപോലെ ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് പറയുകയാണെങ്കിൽ
ഇൻഫെൻറ്റിബുലം കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം, ഇൻഫെൻറ്റിബുലം ആണല്ലോ ആദ്യത്തെ ഭാഗം, ഓവറിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാഗം. അത് കഴിഞ്ഞ് ഇൻഫെൻറ്റിബുലം ലീഡ് ചെയ്യണത് കുറച്ചുകൂടി വീതി കൂടിയ ഭാഗമാണ്, വൈഡർ ആയിട്ടുള്ള പാർട്ടാണ്. ആ പാർട്ടിൻ്റെ പേരാണ് ആംപ്യൂള. സോ ഇൻഫെൻറ്റിബുലം ലീഡ് ചെയ്യണത് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള പോർഷനാണ്, ആ പോർഷൻ്റെ പേരാണ് ആംപ്യൂള. ഇനി ആംപ്യൂള കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോർഷനാണ് ഓവിഡക്റ്റ്. സോ ഓവറിയുടെ അടുത്ത് കിടക്കുന്ന ആദ്യത്തെ ഭാഗം ഇൻഫെൻറ്റിബുലം, രണ്ടാമത്തെ ഭാഗം കുറച്ച് വൈഡർ ആയിട്ടുള്ള ഇൻഫെൻറ്റിബുലം കഴിഞ്ഞിട്ടുള്ള ആംപ്യൂള. ആംപ്യൂള കഴിഞ്ഞാൽ അടുത്ത ലാസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റാണ് ഇസ്തുമസ്. ഇത് കുറച്ചും കൂടി നേരോ ആണ്. ആംപ്യൂള കുറച്ച് വൈഡർ പോർഷനാണ് ഓവിഡക്റ്റിൻ്റെ എന്നുണ്ടെങ്കിൽ ഇസ്തുമസ് കുറച്ച് ലാസ്റ്റ് പാർട്ടുമാണ്, നേരെ ലൂമണുള്ള ഓവിഡക്റ്റിൻ്റെ ഭാഗമാണ് ഇസ്തുമസ്. ഇസ്തുമസ് ആണ് ഫൈനലി നമ്മൾ പറഞ്ഞു ഓവിഡക്റ്റ് കഴിഞ്ഞാൽ അത് എവിടേക്കാണ് എത്തുന്നത്? യൂട്രസിലേക്കാണ് എത്തുന്നത്. സോ ഇസ്തുമസ് ജോയിൻ ചെയ്യുന്നത് യൂട്രസിലേക്കാണ്. ഒരിക്കൽ കൂടി പറയാം എന്തൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? 2 ഓവറി ഉണ്ട്, 2 ഓവിഡക്റ്റ് ഉണ്ട്, ആ 2 ഓവിഡക്റ്റും കൂടി ജോയിൻ ചെയ്യുന്ന യൂട്രസ് ഉണ്ട്. അത് കഴിഞ്ഞ് യൂട്രസിൽ നിന്ന് സെർവിക്സ്, സെർവിക്സിൽ നിന്ന് വെജൈന, വെജൈന കഴിഞ്ഞ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, അത് കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ ഒന്നാണ് മാമറി ഗ്ലാൻഡ്. അപ്പോൾ ഈ എല്ലാ സ്ട്രക്ചറും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ കുറേ ഫങ്ഷൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുണ്ട്. ആ ഫങ്ഷൻസുകളാണ് ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ, പ്രഗ്നൻസി, ബർത്ത് ആൻഡ് ചൈൽഡ് കെയർ. ഇത്രയും ഇവൻറ്റുകൾ ഫീമെയിൽ ബോഡിയിൽ നടക്കുന്നുണ്ട്, ഇത്രയും പാർട്സുകളുണ്ട്. ഇനി ഓവറിയാണ് ഫീമെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ. ഓവറിയുടെ എയിം എന്താണ്? എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ഫീമെയിൽ ഗാമറ്റായ ഓവം പ്രൊഡ്യൂസ് ചെയ്യുക, പ്ലസ് കുറച്ച് ഒവേറിയൻ അഥവാ സ്റ്റിറോയിഡ് ഹോർമോൺ, റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന സ്റ്റിറോയിഡ് അഥവാ ഒവേറിയൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക. ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ലോവർ എബ്ഡോമൻ റീജിയനിൽ 2 സൈഡിലായിട്ടായിരിക്കും ഓരോ ഓവറിയുടെയും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. ലെങ്ത്ത് 2.4 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 1.5 സെൻറ്റിമീറ്റർ, തിക്നെസ് 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഓരോ ഓവറിയും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പെൽവിക് വോളും യൂട്രസുമായിട്ട് ലിഗമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ ഓവറിയുടെ കവറിങ് ഒരു തിൻ എപ്പിത്തീലിയമാണ്. ആ തിൻ എപ്പിത്തീലിയത്തിന് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് ഒവേറിയൻ സ്ട്രോമ. ഒവേറിയൻ സ്ട്രോമയ്ക്ക് 2 റീജിയനുകളുണ്ട്, പെരിഫറൽ കോർട്ടക്സ് ആൻഡ് ഇന്നർ റീജിയനിലുള്ള മെഡ്യൂള. അതുപോലെ ഫീമെയിൽ ആക്സസറി ഡക്റ്റ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത് ഓവിഡക്റ്റ്, യൂട്രസ് ആൻഡ് വെജൈന. ഇനി നോക്കുകയാണെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ 3 ഭാഗങ്ങളുണ്ട്. അതിന് മുമ്പായിട്ട് ഫെലോപ്പിയൻ ട്യൂബിൽ 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്. 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഏറ്റവും ആദ്യം കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഇൻഫെൻറ്റിബുലമാണ്. ഈ ഫെലോപ്പിയൻ ട്യൂബ് ഈ 3 ഭാഗങ്ങളിലൂടെ എവിടേക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു? യൂട്രസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതാണ് എക്സ്റ്റെൻസ് ഫ്രം പെരിഫറി ഓഫ് ഈച്ച്. ഓവറിയുടെ പെരിഫറിയിൽ നിന്ന് യൂട്രസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആദ്യത്തെ ഭാഗം ഓവറിയുടെ അടുത്തുള്ള ഭാഗമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെൻറ്റിബുലം. ഇൻഫെൻറ്റിബുലത്തിന് ഒരു ഫണൽ ഷേപ്പാണുള്ളത്. ഇൻഫെൻറ്റിബുലത്തിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഫിംബ്രിയെ. ഫിംബ്രിയയുടെ പർപ്പസ് എന്താണ്? ഓവത്തിനെ കളക്ട് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞാൽ ഓവത്തിനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള ഫിംബ്രിയെ വെച്ചിട്ട് കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗമാണ് ഇൻഫെൻറ്റിബുലം ലീഡ് ചെയ്യുന്ന ഭാഗമാണ് കുറച്ച് വീതിയുള്ള വൈഡർ ആയിട്ടുള്ള ആംപ്യൂള. മൂന്നാമത്തെ ഭാഗമാണ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ആണ്, കുറച്ച് നാരോ ലൂമണുള്ള ഇസ്തുമസ്. ഫൈനൽ പാർട്ട് ഓഫ് ദിസ് ഇസ്തുമസ് ജോയിൻ ചെയ്യുന്നത് അടുത്ത ഭാഗമായ ഓവിഡക്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ടായ ഇസ്തുമസ് ജോയിൻ ചെയ്യുന്ന തൊട്ടടുത്ത ഭാഗം എന്താണ്? എവിടേക്കാണ് ജോയിൻ ചെയ്യുന്നത്? യൂട്രസ് ആണ്. ഇനി യൂട്രസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം.